കുത്തിയിരിക്കുന്ന നീ എന്തോത്തിനടി ഈ ചായ ഒക്കെ വരുത്തി വയ്ക്കുന്നേ? അമ്മേ, ഒരു വീടിന്റെ ആഠ്യത്വം മനസ്സിലാവുന്നത് ആ വീട്ടിലുള്ളവരുടെ കോലം കണ്ടിട്ടാ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആ ഉമ്മറത്തിരിക്കുമെന്ന് വിചാരിച്ചു. ഒരാൾ കടന്നു വരുന്നു, ഒരു ഇംഗ്ലീഷ് മാഗസിനൊക്കെ മറിച്ച് നോക്കിയിരിക്കുന്ന എന്നെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവും നമ്മൾ VIP കളാണെന്ന്. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് VIP കൂടെ ആവാൻ പോവാണോ? ആയാലെന്താ? ഇന്നലെ രാത്രി കിടന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ കോളനിയിലെ നമ്മൾ മാത്രമേ ഉള്ളൂ ലോക്കലായിട്ട് ഒരു നാട്ടിൻപുറത്തെ ലുക്കൊക്കെ ഉള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാ. അതൊക്കെ മതി. പോരാ മതി പോരാ. അതുകൊണ്ടാണ് ഞാനും അർജുനേട്ടനും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഓഹോ, അവനും ഉണ്ടോ ഈ കൂട്ടത്തിൽ? അതെ. എന്നിട്ട് എന്ത് ചെയ്യാ VIP? വിശക്കെന്ന് പറഞ്ഞ അടുക്കളയിലോട്ട് പോയിട്ടുണ്ടോ? ഓഹോ, അർജുനേട്ടാ, എന്താ അത്? എന്താ കാണിക്കുന്നേ? പറഞ്ഞിരുന്നു ഞാൻ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി തരുമല്ലായിരുന്നു. ബ്രെഡ് ഓംലേറ്റ് നീ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? എന്റെ വീട്ടിലെ പറയുന്നത് മേടിച്ചിട്ടാണെങ്കിൽ ഇവിടെ വെച്ച് ഉണ്ടാക്കി കൊടുത്തേനെ. നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്, കണ്ടൊരു ഡോക്ടറെ പോലെ ഇരിക്കുന്നു. അമ്മേ, ഒരു 2000 രൂപ തരണം. അയ്യോ, 2000 രൂപയോ? എന്തോ തന്നെ ഇപ്പൊ 2000 രൂപ? ഒരു പൊമറേനിയം പട്ടിക്കുഞ്ഞിനെ വാങ്ങിക്കാനാ. സത്യം, ഒരു പട്ടിക്കുട്ടിയും കൂടി ഇല്ലെങ്കിലേ ഒരു VIP ആണെന്ന് എങ്ങനെയാ പറയുന്നേ? രണ്ടുപേരിൽ ആരിലൊരാള് പാല് വെച്ചോ. വേഷം കെട്ടൽ അഴിച്ചു വെച്ച് വീട്ടിലെ പണി എടുത്തില്ലെങ്കിൽ രണ്ടിനെയും കൂടെ അടിച്ച് ഞാൻ പുറത്താക്കും, പറഞ്ഞേക്കാം. ഓ, നീ ലിപ്സ്റ്റിക്കും ചുണ്ടാ തേച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. എത്ര നേരമായി അവളോട് ഇരുന്ന് തല മാന്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ തലയിലെ പേനൊന്നും എടുത്തു കൊടുത്തുകൂടായോ? എന്റെ അമ്മ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി പേന്റെ മരുന്ന് കിട്ടും, അത് മേടിച്ച് തേച്ചാൽ മതി. ആഹാ, എന്നാലും നിനക്ക് അവളുടെ തലേന്ന് പേനെടുത്ത് കൊന്നുകൂടാ? എന്നിട്ട് വേണം ഇനിയിപ്പോ കണ്ണിന് അസുഖം വരെ. പേൻ വളർത്തുന്നതിനിപ്പോ സബ്സിഡി ഉണ്ട്. അവള് പഠിക്കല്ലേ കൂടുതല്? മക്കൾക്ക് മുലപ്പാല് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നവളല്ലോടി നീ. പിന്നെ എന്റെ സൗന്ദര്യം എനിക്ക് നോക്കണം. ഓ, എന്താ സൗന്ദര്യം ഒഴുകുമില്ലയോ? ആ, എന്താ കുഴപ്പം? അപ്പൊ ഞാൻ കടയിൽ പോയി മരുന്ന് മേടിക്കണോ? വേണ്ട, വാ, ഞാൻ നോക്കിത്തരാം. വാ, സൗന്ദര്യം ഉണ്ടല്ലോ, എലിവാല്. ഇതെന്നാ ലോകത്തെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ കാരണമെങ്കിലേ മായാവതി അമ്മയുടെ വീട്ടിൽ പറഞ്ഞു. ചക്കര വർത്താനം പറഞ്ഞോണ്ട് കയറി വന്നേക്കുവാ. ഏതാണ്ട് ഏടാ കൂടെ ഒപ്പിച്ചാ വന്നേക്കുന്നത്. ഓടാ അവിടുന്ന്. അയ്യോ, ഒരേടാ കൂടെ അല്ല, ഞാനൊന്ന് അഭിനന്ദിക്കുകയല്ലായിരുന്നോ. മക്കളുടെ പേര് നോക്കുക, മക്കൾ എത്ര വളർന്നാലും അവരെ തല്ലുക, അതേപോലെ അരിക്കലത്തിൽ കാശ് സൂക്ഷിക്കുക, ഇതൊക്കെ ഈ വീട്ടിൽ വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞത്. വേറെ ഒന്നും കൂടെ ഉണ്ട്. എന്താ അത്? എത്ര കൊണ്ടാലും നാണം കെട്ടി ഇവിടെ വരുന്നവര് ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അത് എന്നെ ഉദ്ദേശാണെന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടെ ഏത് പാടത്ത് നിൽക്കാൻ പോവുക? ആ, മറ്റേ ഇങ്ങനെ കോലം നിൽക്കുകയല്ല. VIP യോ? ആ, ഇന്ന് തൊട്ട് രണ്ടുപേരും ഇവിടെ VIP കളാ. എന്റെ പൊന്നെ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ലേ. എൻ്റെ കുടുംബത്തെക്കാട്ടിലും ഞാൻ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. എന്നിട്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നീ വന്ന കാര്യം പറഞ്ഞു പോകാൻ നോക്കണ്ട കമലാസന. അത് പറയാം. എന്താ താമസം? പറയാം. എന്താ കുരങ്ങിന്റെ കൂട്ടം വരാന്ന് കഴിക്കുന്നേ? ഇനി ഞാൻ വന്ന കാര്യം പറയാം. മാർച്ച് 8 വനിതാ ദിനമാണ്, അറിയാമല്ലോ. അന്ന് നമ്മുടെ ക്ലബ്ബ് ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. പണ്ടൊരിക്കൽ ഇതുപോലെ ക്ലബ്ബ് പരിപാടി ആസൂത്രണം ചെയ്തിട്ട് ഇവിടെ തെങ്ങ കയറ്റി ഇരുത്തിയതാ, അതെനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, ആ ക്ലബ്ബല്ല ഈ ക്ലബ്ബ്, ഇത് ഞങ്ങളുടെ സ്വന്തം ക്ലബ്ബാ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീയെ അബലയല്ല, അവൾ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്. ആ ദിനത്തിലെങ്കിലും പുരുഷന്മാർ സ്ത്രീയെ ഒന്ന് ബഹുമാനിക്കട്ടെ, അല്ലേ? മാർച്ച് 8 ഈ പരിസരത്തെ മികച്ച ഒരമ്മയെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവർക്ക് ഗോൾഡൻ മദർ പുരസ്കാരം ഞങ്ങൾ കൊടുക്കും. അതാണ് കമ്മിറ്റിയുടെ തീരുമാനം. ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്താ പ്രായം വരെ ചേരാം? അയ്യോ, ഇതിൻ്റെ അകത്ത് പ്രായം ഒരു പ്രശ്നമേ അല്ല. കമ്മിറ്റിക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ അമ്മ പ്രസവിച്ചിരിക്കണം. അതേ ഉള്ളൂ. പ്രസവിക്കാതെ എങ്ങനെയാണ് അമ്മയാവുന്നത്? അത് ഞങ്ങളവിടെ കമ്മിറ്റി തീരുമാനിക്കും. അത്
പിന്നെ നിങ്ങൾ നല്ല അമ്മയാണെന്നുള്ള എന്ത് തെളിവുകളും രേഖകളും ഈ മാർച്ചെട്ടിനെ അവിടെ അവതരിപ്പിക്കാം. അതിൽ 5 അംഗ ജൂറി കണ്ടിട്ട് അത് വിലയിരുത്തും. എന്നിട്ട് അവർ നിങ്ങളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ അതിന് ഉത്തരം പറയുന്നു. എന്തായാലും ഈ കുടുംബം അതിൻ്റെ അകത്ത് പങ്കെടുത്ത് വിജയിക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അമ്മ ഒരു 500 രൂപ വായ്പ തരുമോ? അയ്യോ അമ്മ ഇതിൽ വിജയിക്കാൻ വേണ്ടി എനിക്ക് അമ്പലത്തിൽ ചുറ്റുവിളക്ക് നേരാൻ വേണ്ടിയിട്ടാ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇന്നലും ചേരുന്നില്ല. അമ്മ ഒരു 500 രൂപ തന്നേച്ചും പോടാ. മോഹനവല്ലി ചേച്ചി തന്ന ചുറ്റുവിളക്ക് കൊടുക്കാം. അത് നമുക്ക് ഓ ഗോൾഡൻ മദർ പട്ടം എനിക്ക് കിട്ടിയിട്ട് ഞാൻ പോയി ഇവിടുത്തെ അമ്പലത്തിൽ ചുറ്റുവിളക്ക് കഴിപ്പിച്ചോളാം. നിന്റെ കയ്യിൽ തരുന്നില്ല. വണ്ടിക്കൂലിയിൽ തന്നൂടെ, എനിക്ക് പോകണ്ടേ? നീ ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ? നടന്ന. അന്ന് തിരിച്ചു നടന്നു പോയാ പക്ഷെ അന്നേരം വെയിലില്ലായിരുന്നു, ഇപ്പൊ നല്ല വെയിലാ. സാരമില്ല, ചെറിയ മരത്തിന്റെ തണലുകൊണ്ട് അങ്ങ് പോകാൻ. അതെ ശരി എന്നാ. അമ്മ എങ്ങനെയെങ്കിലും ചേരുന്നുണ്ടെങ്കിൽ പിന്തിരിപ്പിക്കണം. എന്തെങ്കിലും സോപ്പിട്ട് പിന്തിരിപ്പിക്കാം. പോരാ, ഇനി കുറച്ചുകൂടെ കഴിക്കണം ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. നന്നായിട്ട് കഴിക്കണം ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ. കണ്ട നീ നിൻ്റെ കോകിലാണ്ടിയെ കണ്ടില്ലയോ? ഞാൻ കൊച്ചിലെ അവളെ ഇതുപോലെ ഇരുത്തി തീറ്റിച്ചതാ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇല്ലയോ? അതുപോലെ വരണം. അയ്യേ, കോകിലാന്റിയെ പോലെയാണോ ഇരിക്കേണ്ടത്? നമ്മൾ നല്ല സ്ലിം ആയിട്ടൊക്കെ ഇരിക്കണ്ടേ? അയ്യേ, പട്ടിണിയാണെന്ന് പറയാം എല്ലാവരും. ഇന്നെന്താ പതിവില്ലാത്ത ഒരു അന്വേഷണം രണ്ടുപേർക്കും? ചോദിക്കാറുണ്ടല്ലോ ചോറുണ്ടോന്നല്ലേ. എന്താ പതിവില്ലാതെ ഒരു ഷോപ്പിങ്? അതെന്താന്ന് ഞാൻ പറയട്ടെ. വനിതാ ദിനത്തിൽ നടക്കുന്ന ഗോൾഡൻ മദർ മത്സരത്തില് അച്ചമ്മ മത്സരിക്കരുത്, അതല്ലേ പറയാൻ വന്നത്. ഒന്ന് പോടി അവിടുന്ന്. അല്ലെങ്കിൽ അമ്മയ്ക്ക് എവിടെയാ അതിനൊക്കെ സമയം? അമ്മ മത്സരിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചോളാം പോണോ വേണ്ടായോ എന്നൊക്കെ. എടി നല്ല അമ്മയാണെന്ന് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും വേണ്ട. ആ അതാണമ്മ. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, നീ ജയിക്കാനൊന്നും പോകുന്നില്ല, അതെനിക്കറിയാം. അല്ല എന്നാലും ഞാൻ പങ്കെടുത്തോട്ടെ? നീ പങ്കെടുത്തോ, അപ്പൊ എനിക്കെന്താ? വേസ്റ്റ്. സ്വന്തം കൊച്ചിന്റെ തലയിലെ പേര് നോക്കി കൊടുക്കാൻ പറ്റാത്ത നീയാന്നോടി നല്ലമ്മയ്ക്കുള്ള അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത്. പിന്മാറരുത്. നീ നല്ല അമ്മയാണെന്ന് തെളിയിക്കണം. അതിന് വേണ്ട എല്ലാ സഹകരണവും ഞാൻ ചെയ്യും. നീ നല്ല അമ്മയാണെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ട് ചില വീഡിയോ ക്ലിപ്പിങ്സ്, ഫോട്ടോസ് ഒക്കെ തയ്യാറാക്കണം. ഞാനത് എൻ്റെ മൊബൈലിൽ എടുത്തു തരാം. പിന്നെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യണം. അർജുനേട്ടാ, ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും എൻ്റെ ലൈഫ് പാർട്ട്ണർ ആയത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി പ്ലാൻ ചെയ്യാനുണ്ട്. വീട്ടുജോലി ഒന്നും ചെയ്യരുത്, കൊച്ചുങ്ങളെ നോക്കരുത്. പ്ലാൻ ചെയ്യാൻ നടക്കുന്നു, വീഡിയോ എടുക്കാൻ നടക്കുന്നു. ഊണം പിടിക്കാത്ത ഞങ്ങൾ മക്കൾ ഊണ് കഴിക്കടാ. ഓമാനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നീറഞ്ഞ. ഇതാ കൊച്ചണ്ണെ പാടി ഇറക്കാനുള്ള പാട്ടാണോ നീ പാടുന്നത്? എൻ്റെ അമ്മയൊന്ന് ശല്യപ്പെടുത്താതെ പോകാവോ? ഓമാനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ ഓമാനത്തിങ്കൾ. അമ്മേ, മോനോലി പ്രാക്ടീസ് ചെയ്യുക. പാട്ട് പാടാനോ? അല്ല, നല്ല അമ്മയാകാൻ. ഈ പാട്ട് പാടിയ നല്ലമ്മയാവോടാ? അല്ല, ഇത് മത്സരത്തിന് ചെല്ലുമ്പോഴേ ജഡ്ജസ് ചോദിക്കും നിങ്ങൾ മക്കളെ താരാട്ട് പാടി ഉറക്കിയിട്ടുണ്ടോന്ന്. അപ്പൊ ഞാൻ ഈ താരാട്ട് പാട്ട് അങ്ങ് പാടിക്കൊടുക്കും. അങ്ങനെ ഓമാനത്തിങ്കൾ കിടാവോ. മോനോലി, ഞാനേ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാം. ഞാൻ ജഡ്ജാന്ന് വിചാരിച്ചു. നീയോ?
അമ്മയൊന്നും മിണ്ടായിരിക്കും മോനലി. ഞാൻ ഇതൊക്കെ കണ്ടാ മിണ്ടായിരിക്കുന്ന എങ്ങനെയാ? അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോവുക. ചോദ്യം നമ്പർ 1, എന്താണ് അമ്മ? അമ്മ മാതാവ്. മാതാവ്. അത് പറയാൻ പോലും ഇത്രയും താമസം. ചോദ്യം നമ്പർ 2, അമ്മയായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അമ്മ ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അമ്മ ആവാൻ ബുദ്ധിമുട്ടായിരുന്നു. സിസേറിയനല്ലായിരുന്നോ? മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ടുണ്ടോ? ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല, കുപ്പിപ്പാല കൊടുത്ത. അയ്യോ, അങ്ങനെ പറയരുത്. പിന്നെ? മുലപ്പാൽ കൊടുത്തെന്നേ പറയാവൂ. കൊടുക്കാതെ എങ്ങനെയാ പറയുന്നേ? ഓ, കളഞ്ഞില്ലയോ? അങ്ങനെ പറയണം. കള്ളം പറയണോ? എന്നാ മുലപ്പാല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദ്യം നമ്പർ 4, അമ്മ എന്ന നിലയിൽ നിങ്ങളുടെ മക്കളോടുള്ള നിങ്ങളുടെ സമീപനം. വളരെ സ്നേഹമാണ്. 5ാമത്തെ ചോദ്യം, അമ്മ എന്ന നിലയിൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഐ മീൻ, ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? എന്റെ റോൾ മോഡൽ ഞാനായിരിക്കും. അല്ല, ഞാൻ തന്നെ എന്റെ റോൾ മോഡൽ. കുറെ നേരമായി ഒരു വലിച്ച ചോദ്യം ചോദിച്ചു നിൽക്കുന്നു. പഠിപ്പിച്ചോണ്ടിരുന്ന എന്തോ പഠിപ്പിച്ചു? ഇതൊരു ചോദ്യം പഠിപ്പിക്കല്ലേ? ഒരു അമ്മയുടെ കാര്യം ചോദിക്കുന്ന ഇത്ര എഴുതി പഠിപ്പിക്കണോടാ? പിന്നെ പിന്നെ എന്തോന്ന് മണ്ടത്തരം വല്ലതും അവിടെ ചെന്ന് വിളിച്ച് പറഞ്ഞാലോ? അല്ലെങ്കിൽ ഒന്നുമില്ല. കൊള്ളാം, ഒന്നും പറയണ്ട. എന്താ പറയാനാ? പട്ടിയും പൂച്ചയും വരെ പ്രസവിക്കുന്നുണ്ട്. അതുങ്ങളൊക്കെ എഴുതി പഠിച്ചാണോ പ്രസവിക്കുന്നത്? ഓരോരോ എനിക്കിതൊക്കെ കണ്ടു നിൽക്കാൻ വയ്യ. അതിനണ്ട എന്റെ റോൾ മോഡൽ അമ്മ തന്നെയാ. അത് പറയാത്തന്റെ കുശുമ്പ അമ്മയ്ക്ക്. പക്ഷേ ഞാൻ പറയത്തില്ല. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? പറയത്തില്ലെന്നേ. പറഞ്ഞാലേ അമ്മയുടെ അഹങ്കാരം കൂട്ടും. ജഡ്ജസ് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം, എൻ്റെ അമ്മ തന്നെ എൻ്റെ റോൾ മോഡലെന്ന്. പക്ഷേ അമ്മയോട് നേരിട്ട് ഞാൻ പറയത്തില്ല. അർജുനേട്ടാ, ജഡ്ജസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞോളാം. പക്ഷേ നമ്മുടെ കയ്യിൽ പിള്ളേരുമായിട്ട് ഇൻറ്റിമസി ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും ഇല്ലല്ലോ. അല്ലാതെ കുഞ്ഞുനാളി പിള്ളേരെ കുളിപ്പിക്കുന്ന ഫോട്ടോ എല്ലാം നീ എടുത്തു വെച്ചിട്ടുണ്ടോ? അത് ഞാനല്ലല്ലോ, അമ്മയല്ലേ കുളിപ്പിച്ചേ. എന്തോ ചെയ്യും? അതിനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. പിന്നെ മോളോട് സ്നേഹമായിട്ട് പെരുമാറുന്നോണ്ടിരിക്കുന്ന നിന്റെ കുറെ ഫോട്ടോസ് ഞാൻ എടുക്കാം മൊബൈലിൽ. അപ്പോൾ ഞാൻ ഇവള് താലോലിക്കുന്നതും സ്നേഹിക്കുന്നതായിട്ടുള്ള ഫോട്ടോസ് അർജുനേട്ടനെ എടുക്കും. അവരെ കൊണ്ട് കാണിക്കും. അത് മതി. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഓമന തിങ്കൾ കിടാവോ നല്ല മോളെ എന്റെ മോള് പഠിച്ച് വലിയ ഡോക്ടർ ആവണം. അതാണ് ഈ മമ്മിയുടെ ആഗ്രഹം. ഒന്ന് പഠിക്കാൻ വിടും മമ്മി. എന്റെ മോൾ അങ്ങനെ പോവാതെ. മോൾക്ക് മമ്മി മുടി ചീക്കി കെട്ടിത്തരട്ടെ? അതൊക്കെ അച്ഛമ്മ ചെയ്തു തന്നതാ. അതെന്താ ഈ പെറ്റമ്മ ചെയ്തു തന്നാല്? എനിക്ക് മനസ്സിലായി, നല്ല അമ്മാവാട് കിട്ടാൻ വേണ്ടി സോപ്പിടുവാണല്ലേ. എന്റെ മോളെ സ്നേഹിക്കാൻ ഇനി അവാർഡൊക്കെ തരണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് പോ മമ്മി, ഒന്ന് പഠിക്കാൻ സമ്മതിക്കും. അങ്ങനെ പറയല്ലേ. എന്റെ മുത്തിനെ വിട്ട് ഈ മമ്മി ഒരിടത്തേക്കും പോകത്തില്ല. ഓ, കണ്ണൻ ഇവിടെ ഇല്ലാത്ത അവന്റെ ഭാഗ്യം, അല്ലെങ്കിൽ അവനെ സ്നേഹിച്ചു വന്നേനെ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അർജുനേട്ടാ, ഇനി വന്നേ. എന്റെ മോളുടെ കൂടെ സ്നേഹിക്കുന്ന ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒന്ന് പോ മമ്മി. അങ്ങനെ പറയാതെ മോളെ, ഒരു ഫോട്ടോ എടുക്കുന്നില്ല. എന്തായി കാര്യങ്ങളൊക്കെ? നല്ല ടഫ് മത്സരമാണ് നടക്കുന്നത്. നല്ല ഓണം മത്സരിച്ചില്ലെങ്കിൽ സമ്മാനം കിട്ടിയല്ല. ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് അറിയാവോ? ഈ മക്കളെ ഉപേക്ഷിച്ച് പോയ തള്ളമാരില്ലേ, മക്കളെ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാണ് അവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്. ഈ അവാർഡുണ്ടല്ലോ മോഹനവല്ലി ചേച്ചിക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയെ പോലും ഞാൻ മത്സരിപ്പിക്കാതിരുന്നത്. അവളെങ്ങാനും മത്സരിച്ച് മോഹനവല്ലി ചേച്ചി തോറ്റുപോലും ഞാൻ എന്നാ ചെയ്യും? ഒന്ന് സഹകരിക്കടേ. എവള് സഹകരിക്കുന്നില്ല കമലാസന. അതെന്ത് പറ്റി? എന്നെ കൊണ്ട് വയ്യ അഭിനയിക്കാൻ. അവള് പറയുന്ന കേട്ടോ കമലാസന, അഭിനയിക്കാൻ കഴിയത്തില്ലെന്ന്. എന്റെ പൊന്നു മീനാക്ഷി, അമ്മയല്ലേ അത്, ഒന്ന് സഹായിക്ക്. അവാർഡ് ഗോൾഡ് മെഡൽ അല്ലേ? അതെ. അത് വിറ്റ് കിട്ടുന്ന പകുതി കാശ് എനിക്ക് തരാമെങ്കിൽ ഞാൻ അഭിനയിക്കാം. അത് ന്യായം, അത് ന്യായമാണ്. ശരി, ഞാൻ കാശ് തരാം. എന്നാ ഞാൻ ഓക്കെ. എന്നാ ഇനി പരിലാളിച്ച് ഫോട്ടോ എടുത്ത് തുടങ്ങിക്കോ, ഞാൻ അവിടെ കാണും. ഓക്കെ, ശരി. ഒന്ന് സഹായിച്ചു കൊടുക്കും. മോളെ പല്ല് തേക്കടാ, മമ്മി തേപ്പിച്ച് തരട്ടെ? വേണ്ട, തന്നെ തേക്കോ? തേച്ചേ.
തുപ്പരുത്, അവിടെ പോയി തേക്കണം. അപ്പോഴേക്കും മമ്മി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം കേട്ടോ. ശരി. മമ്മി വരുത്തരേ. കൊല്ലാവൂടാ. ഇനി ട്യൂഷന് പോയ മകള് തിരിച്ചു വരാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന അമ്മയുടെ ആദ്യം ഒരു ഷോട്ട് വിഷമിച്ച് നിൽക്കുന്നത്. ലുക്ക് ഇവിടെ. മോൾ ഇതുവരെ വന്നില്ലല്ലോ അർജുനേട്ടാ. എന്താ വരാത്തെ? അവിടെ മതി. ഇനി വരുന്നത് ലുക്ക് ഇവിടെ. തിരിഞ്ഞു നോക്കി കണ്ടു. മോള് വന്നു. വാ മോളെ. എന്താ കുട്ട ലേറ്റ് ആയേ? മമ്മി അങ്ങ് പേടിച്ചു. എന്താ പറന്നു നടന്നങ്ങ്. ഹോർലിക്സ് എടുക്കട്ടെ? എനിക്കൂടെ ഒരു ഗ്ലാസ്. അർജുനേട്ടാ, ഇനി മോളെ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന മമ്മി. അതെടുത്തോണേ. മോളെ ഇതാ പഠിക്കും മോളെ. എത്ര രാത്രിയായാലും മമ്മി മോൾക്ക് കൂട്ടിരിക്കും. എന്തോ നാടാ അവിടെ ഫോട്ടോ മാത്രം എടുത്തോണ്ടിരിക്കാതെ എന്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കടാ. ഞാൻ പണിയെടുക്കുന്നത്. അമ്മ ഇത് ഗോൾഡൻ മദർ കോമ്പറ്റീഷന് വേണ്ടി എടുക്കുന്ന ഫോട്ടോയാ. മോനവല്ലിയുടെ ഫോട്ടോ എടുത്തിട്ട് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. മതി. ഒരമ്മയുടെ ഒരു ദിവസത്തെ മകളോടുള്ള കടമകളൊക്കെ ഏകദേശം കിട്ടില്ലേ? ഇനി അത് മതി. സമാധാനമായി. മമ്മി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. അയ്യടി, വേണമെങ്കിൽ പോയി എടുത്തു കുടിക്കുക. ഓ, മമ്മിയുടെ എല്ലാ കാര്യവും കഴിഞ്ഞല്ലോ. മോളിഞ്ഞി വാ, അച്ഛമ്മ എടുത്തു തരാൻ വെള്ളം. നാളെ ഗോൾഡൻ മദറിന്റെ മെഡൽ ഈ വീട്ടിലിരിക്കും. നാളെ ഞാനും വരാം നിന്റെ കൂടെ അമ്മ മത്സരം കാണാൻ. ആയിക്കോട്ടെ, എനിക്കൊരു പ്രചോദനമാവും. അർജുനേട്ടാ, ആ ഫോണിൽ ഇനി തന്നേരെ. എന്താണെന്നറിയോ, അർജുനേട്ടൻ്റെ കയ്യിൽ ഇരുന്നാലേ ചിലപ്പോൾ അത് ഡിലീറ്റ് ആയി പോകും. എൻ്റെ ഇരിക്കട്ടെ. മീനാക്ഷി, നീ ഭാഗ്യവതിയാ മോളെ. നിനക്കൊരു ഗോൾഡൻ മദറിനെ കിട്ടിയല്ലോ. എനിക്കെന്ത് കിട്ടി? നീ തന്നെ പറയണോടാ. മക്കളെ അമ്മയെ നോക്കേണ്ട പ്രായമായത്. എന്നിട്ട് ഇപ്പോഴും നിന്നെ ഞാൻ തീറ്റിപ്പൊട്ടിക്കൊണ്ടിരിക്കുമല്ലയോ? നന്ദി കേട്ടവർ. പോട്ടെ അച്ഛമ്മേ, വിട്ടേക്ക്. എനിക്ക് പേടി അതൊന്നുമില്ല. ഈ കണക്കിന് പോയ അവൾക്കൊരു അവാർഡും കൂടെ കിട്ടിയ ആ അഹങ്കാരം കൂടെ ഞാൻ കാണണമല്ലോ. മിക്കവാറും നാളെ മമ്മിക്ക് അവാർഡ് കിട്ടും. ഡാഡി, കവിത എഴുതാൻ വല്ല പ്ലാനും ഉണ്ടോ? അല്ല, ഈ വിങ്ങല് കണ്ട് ചോദിച്ചതാ. അതല്ലടി, അവാർഡ് മോനവലിക്ക് കിട്ടിയോന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ഡാഡി, കവിത എഴുതാൻ വല്ല പ്ലാനും ഉണ്ടോ? അല്ല, ഈ വിങ്ങല് കണ്ട് ചോദിച്ചതാ. അതല്ലടി, അവാർഡ് മോനവലിക്ക് കിട്ടിയോന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. മത്സരം കഴിഞ്ഞെങ്കിൽ മമ്മി വിളിക്കത്തില്ലായിരുന്നോ? എന്നാലും ഒരു ടെൻഷൻ അടി മക്കളെ. ഓ, ഒന്നും പേടിക്കണ്ട ഡാഡി. അച്ഛമ്മയല്ലേ മമ്മിയുടെ കൂടെ പോയേക്കുന്നേ. എന്റെ മോക്ക് ഗോൾഡൻ മദർ അവാർഡ് വാങ്ങിക്കൊടുക്കൂന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛമ്മ പോയത്. ദാ മമ്മി. മോനവലി, അല്ല ഗോൾഡൻ മദറെ അവാർഡ് കിട്ടിയോ? എന്ത് പറ്റി? അവാർഡ് കിട്ടിയില്ലയോ? അമ്മ എല്ലാം കുളമാക്കിയോ? അച്ഛമ്മ അവിടെ വന്ന് സത്യമൊക്കെ വിളിച്ചു പറഞ്ഞോ? അല്ല, ഫോട്ടോസ് എടുത്തൊക്കെ കൃത്രിമമാണെന്ന്. പിന്നെ ചെണ്ടയുടെ ശബ്ദം കേൾക്കുന്നല്ലോ. അമ്മ വരുന്നതാ. മതി. ഇനി ഞാൻ പറഞ്ഞിട്ട് കൊട്ടിയാൽ മതി കേട്ടോ. 200 പേര് മത്സരിച്ചതിലുണ്ടല്ലോ, ഏറ്റവും നല്ല അമ്മയാണ് ഈ നിൽക്കുന്ന പൊന്നമ്മ.
ഈ വർഷത്തെ ഗോൾഡൻ മദർ അവാർഡ് നോക്കിയേ നിങ്ങളുടെ അമ്മയ്ക്കാണ്. അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു? അമ്മ മത്സരത്തിൽ പങ്കെടുത്തില്ലായിരുന്നു. പങ്കെടുത്തല്ലോ. അയ്യോ അവിടെ എന്തോ പിന്നെയും ചെണ്ടോട്ട് കേൾക്കുന്നേ. അതോ അത് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് സിൽവർ മദർ അവാർഡില്ലേ, ആ കിട്ടിയ ടീമിന്റെ ചെണ്ടകൊട്ട. അയ്യോ അതൊന്നും എനിക്ക് കിട്ടിയില്ലയോ? അല്ല അമ്മയ്ക്ക് ഇതെങ്ങനെ കിട്ടി? അവിടെ ഓരോരുത്തർ വീഡിയോയും ഫോട്ടോയും ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചു. അവര് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവും പറഞ്ഞു. അച്ഛമ്മയ്ക്ക് എങ്ങനെ സമ്മാനം കിട്ടിയെന്ന് പറ. എനിക്കോ അവരെൻ്റെ അടുക്ക ചോദിച്ചു മക്കളെ സ്നേഹിക്കുന്ന എന്തുണ്ട് കയ്യിലെന്ന്. ഞാൻ പറഞ്ഞു മക്കളെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട്, അത് പുറത്തെടുത്ത് കാണിക്കാൻ പറ്റത്തില്ലെന്ന്. അവിടെ ജഡ്ജായിട്ടിരുന്ന ഒരു പെങ്കൊച്ചിനടുക്ക് ഞാൻ പറഞ്ഞു അടുക്കള പുകയുടെയും അമ്മിഞ്ഞപ്പാലിൻ്റെയും മക്കളെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണീരിൻ്റെയും മണം ഉണ്ടാവും എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അവാർഡ് തന്നു. അത്രയേ ഉള്ളൂ. നീ നിന്റെ മക്കളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? അവര് പറയട്ടെ നിനക്ക് ഇങ്ങനത്തെ മണമൊക്കെ ഉണ്ടെന്ന്. സോറി അമ്മ. നീ എന്നോടല്ലേ സോറി പറയണ്ടത്, നിന്റെ മോളോട് സോറി പറ. മമ്മിയുടെ അതിമോഹം ഇതിനൊക്കെ കാരണം. മമ്മിക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മമ്മി തന്നെയാണ് ഞങ്ങളുടെ പൊന്നമ്മ. എന്നാടി പൊന്നമ്മ. എൻ്റെ അമ്മ എൻ്റെ ഗോൾഡൻ മദർ. അങ്ങനെ ഈ വനിതാ ദിനത്തിലും കഴിഞ്ഞ 2 വനിതാ ദിനത്തിനെ പോലെ മോഹനവല്ലി ചേച്ചി ഈറ്റിപ്പോയി. ഈ സന്തോഷം നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. പൊളിക്കണ്ടേ? കൊട്ടു തുടങ്ങിക്കോ.